നിങ്ങളൊരു പ്രമേഹ രോഗിയാണോ? നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് 5 ഫുഡ് ഫോർ ഡയബറ്റിക് പേഷ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഡയബറ്റിക് ആയ ആളുകൾ ശ്രദ്ധിക്കേണ്ട 5 ഏറ്റവും ആദ്യം നമ്മൾ കഴിക്കേണ്ടതായ ഭക്ഷണമാണ് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്, അതായത് അന്നജം കുറവുള്ള വെജിറ്റബിൾസ്. അവ ഏതെല്ലാം എന്ന് നോക്കാം. ബ്രൊക്കോളി, ക്യാരറ്റ്, തക്കാളി തുടങ്ങിയ വെജിറ്റബിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുവാൻ. രണ്ടാമത് ഫൈബർ റിച്ച് ഫ്രൂട്ട്സ്. ഏറ്റവും കൂടുതൽ ഫൈബേഴ്സ്, നാരുകളുള്ള പഴങ്ങളാണ് കഴിക്കാൻ ശ്രമിക്കേണ്ടത്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ആപ്പിള്, അവക്കാഡോ, ബെറീസ് തുടങ്ങിയ പഴങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ. പിന്നീട് വരുന്നതാണ് പ്രോട്ടീൻ റിച്ച് പൾസസ്, അതായത് പ്രോട്ടീൻ കൂടുതലുള്ള ധാന്യങ്ങൾ, പൾസസ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ടതാണ് സോയാ ബീൻസ്, പീസ്, കോമൺ ബീൻസ്, ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ. നാലാമത്തെ കാര്യം കൂടുതലായി ഫെനുഗ്രീക്ക്, അതായത് നമുക്ക് ഉലുവ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് ഒരു പരിധിവരെ നമ്മുടെ ഡയബറ്റീസ്, ഗ്ലൂക്കോസ് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം നമ്മൾ പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഫെനുഗ്രീക്ക് പറഞ്ഞു നമ്മൾ ഓൾറെഡി, ഉലുവയുടെ സീഡ്സ് കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഫ്ലാക്സ് സീഡ്സിന് വളരെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് വരുന്നത്. അപ്പോൾ അത് ഒരു പരിധി വരെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യും. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത്, നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടാതെ കൺട്രോൾ ചെയ്ത്, മരുന്നുകൾ ഒരിക്കലും ഒഴിവാക്കരുത്. മരുന്നുകളോട് കൂടെ തന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സസൈസിലും ഭക്ഷണത്തിലും പല മാറ്റങ്ങൾ വരുത്തുന്നത് എല്ലാം ഡോക്ടറുടെ